അച്ഛാ, ഈ ബുള്ളറ്റിന് എന്താ ഇത്ര വലിയ ടയറ്? എടാ അതെ, ഈ വലിയ വണ്ടികളൊക്കെ ഇങ്ങനെ വലിയ ടയർ ഉണ്ടാവും. വലിയ ടയറുള്ള പോന്നാല് വണ്ടി അത്ര പെട്ടെന്ന് വീഴില്ല, സ്കിഡാവില്ല. അതിന് വേണ്ടിട്ടാണ്. പക്ഷെ ടയറ് തേഞ്ഞാലല്ലോ, അപ്പൊ ടയറ് തേഞ്ഞാ വണ്ടി വീഴുവല്ലേ? ആക്സിഡന്റ് ആവും. ചേട്ടാ, അതെ, അടുത്ത ആഴ്ച ദച്ചുവിന് ക്ലാസ് തുടങ്ങും. അവന് നല്ലോണം ഇല്ലിടാനായിട്ട് വാങ്ങിക്കണം. ആടി എടുക്കാം, ശരിയാക്കാം. ഒരാളെന്ന് കുറച്ച് പൈസ കിട്ടാനുണ്ട്, ശരിയാക്കാം. അയ്യോ, ആ എടി അതെ, ഒരു 2500 കിട്ടിയിട്ടുണ്ട്. അത് ഇവന് ഡ്രസ്സ് എടുക്കാനായിട്ട്. ആ പറയടാ, വീട്ടിലുണ്ട്. നീ എവിടെ? ഞാൻ വീട്ടിലുണ്ട്. ഇല്ല, വർക്കിനായിട്ട് വർക്കിട്ടില്ല, കുറവാണ്. ഞാൻ വേറെ കാര്യം ചോദിക്കാനാണ് വിളിച്ചത്. ഫണ്ട് ഉണ്ടാവോ മറിക്കാനായിട്ട്? അയ്യോ, എന്ത് പറ്റിയടാ? ഇല്ല, അത് ബൈക്കിന്റെ ടയറൊന്ന് കംപ്ലൈന്റ് മാറാനുണ്ട്. ഫണ്ട് കുറച്ച് കുറവുണ്ട്. ഒരു കാര്യം, ഫ്രീ ആണെങ്കിൽ വീട്ടിലേക്ക് വാ കേട്ടാ, ഞാനിവിടെ ഉണ്ട്. ഓക്കെ, ഞാൻ വരാം. ഓക്കെ. ആരാ വിളിച്ചത്? ദാസാണോ? ദാസനെ വിളിച്ചു. അതെ, അവന്റെ വണ്ടിക്ക് ഒരു പണി. അവന്റെ വണ്ടിയുടെ ടയറ് തേഞ്ഞിരിക്കുകയാണ്. അപ്പൊ പൈസ വല്ലതും മറിക്കാണ്ട് വെച്ചിട്ട് വിളിച്ചതാണ്. അപ്പൊ അവനൊന്ന് പണിക്ക് പോയിട്ടില്ലേ? ഇല്ല, അവൻ വീട്ടിലന്ന് അടുത്ത് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ വന്നിട്ട് നോണ്ടാ. എപ്പോ പറ? അതെപ്പോ എന്തൊരു മറക്കൂർ വേണം. അല്ല, ടയറിന് എന്ത് പറ്റി? ടയർ മൊത്തം പോയി കിടക്കണം, ശരിയാക്കാണ്ട് കുറച്ച് പൈസ വേണമായിരുന്നു. കൊടുക്കാനായിട്ട് അച്ഛനോട് പറഞ്ഞേക്ക്. ഈ പൈസ ദാസിന് കൊടുത്തോളാണ് അവൻ പറയണേ. ഡ്രസ് ഇപ്പൊ വേണ്ട. കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ചെറുപ്പത്തിലെ അവരിൽ ദയ വളർത്താൻ ശ്രമിച്ചാൽ അത് തിരിച്ചും കിട്ടും.